Hi students, today we are going to take the topic placement. അപ്പോൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞു. റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ എംപ്ലോയീസിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തു, അത് സ്ക്രൂട്ടിനൈസ് ചെയ്തു. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സായിരുന്നു അല്ലേ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബെസ്റ്റ് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ആ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ ബെസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് and what are the methods or what is the definition and how it is different from selection. Okay, so meaning of placement. When the candidate is selected and appointed in an organization, he is posted to a particular position for which he is selected. ഏത് പൊസിഷനിലേക്കാണോ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീനെ സെലക്ട് ചെയ്തേക്കണത്, ആ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ്. സോ വാട്ട് ഈസ് പൊസിഷൻ? പൊസിഷൻ ഈസ് ദ ജോബ് ഫോർ വിച്ച് ഹി ഈസ് employed. Position means a job or work for which the employee is selected. Okay, so there is a slight difference between selection and placement. Selection means matching people with the position, and placement means matching positions with the people. First സെലക്ഷനിൽ നമ്മൾ ചെയ്യണത് റൈറ്റ് കാൻഡിഡേറ്റ്, നമ്മൾക്ക് ഏത് പൊസിഷനാണോ വേക്കൻ്റ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് ബെസ്റ്റ് മാച്ച് ചെയ്യുന്ന എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ. എന്നാൽ പ്ലേസ്മെൻറ്റിൽ വരുന്നത് എന്താ, ഏത് പീപ്പിളിനെയാണോ സെലക്ട് ചെയ്തേക്കണേ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാച്ച് ചെയ്യുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ പ്ലേസ്മെൻറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഓഫറിങ് ദ ജോബ് ടു എ ഫൈനലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്. നമ്മൾ ലാസ്റ്റ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂവും എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എംപ്ലോയീനെ അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് പ്ലേസ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സിൽ വരണത്. ആൻഡ് ഇറ്റ് ഹാസ് ടു പ്ലേസ് ഹിം ഓർ ഹെർ ഇൻ ദ ജോബ് ഫോർ വിച്ച് ഹി സെലക്റ്റഡ്, വിച്ച് ഈസ് ബീയിങ് ഡൺ ത്രൂ പ്ലേസ്മെൻറ്റ്. Or it is the act of finally assigning the rank and responsibility to an employee, identifying him with a particular job. Right placement improves. ഇനി എന്തിനാണ് നമ്മൾ റൈറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ദ എംപ്ലോയി മൊറൈൽ. എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദ എംപ്ലോയി കോൺട്രിബ്യൂട്ട്സ് മോർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ലോവർ ദ ആബ്സെൻറ്റീസം, അവരിലുള്ള ആബ്സെൻറ്റീസം കുറയ്ക്കാൻ സാധിക്കും. എനേബിൾസ് അച്ചീവിങ് ഡെലിവറി ടാർഗറ്റ്സ്, നമ്മൾ എന്താണോ ടാർഗറ്റ് ചെയ്തേക്കണത് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസ്ഡ് മാൻ പവർ അട്രീഷൻ ആൻഡ് ടേൺ ഓവർ, ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ സാധിക്കും. സോ ദിസ് ആൻഡ് ദെർവൈ റിക്രൂട്ട്മെൻറ്റ് സെൽ കോസ്റ്റ് ആൻഡ് ടൈം എഫിഷ്യൻറ്റ്. ഓവറോൾ കോസ്റ്റും ടൈമും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് പ്ലേസ്മെൻറ്റ്. The next is the definition of placement given by Daily Order. According to him, placement means the determination of the job to which an accepted candidate is to be assigned to that job. എന്താണ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ദ ജോബ് ടു വിച്ച് ആൻ അക്സെപ്റ്റഡ് കാൻഡിഡേറ്റ് ഈസ് ടു ബി അസൈൻഡ്. ഏത് ജോലിയിലേക്കാണോ ഒരു വ്യക്തിനെ നമ്മൾ അസൈൻ ചെയ്തേക്കണേ അത് കണ്ടുപിടിക്കുക, ആൻഡ് ടു ദാറ്റ് ജോബ് അവരെ അതിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ചെറിയ സ്ലൈഡ് ഡിഫറൻസേ ഉള്ളൂ. സ്ലൈഡ് ഡിഫറൻസ് അല്ല, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ എൻഡ് ചെയ്യണമെന്ന് അറിയാം. ആ സെലക്ഷൻ എൻഡ് ചെയ്യണോടത്തു നിന്നാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് selection related with a decision to accept or reject application on the basis of candidates performance. നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദാറ്റ് കാൻഡിഡേറ്റ്, ആ ഡിസിഷൻ എടുക്കലാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് എ ഡിസിഷൻ ടു പ്ലേസ് എ സെലക്റ്റഡ് ഇൻഡിവിജ്വൽ ഇൻ വൺ ജോബ് ദാൻ അതർ. ഇവിടെ എന്താ ചെയ്യണേ, അങ്ങനെ സെലക്ട് ചെയ്ത എംപ്ലോയീനെ
ഈ ജോലിയിലേക്ക് കൊടുക്കണോ അതോ അനദർ ജോലിയിലേക്ക് കൊടുക്കണോ, വിച്ച് ജോബ് ഈസ് ടു ബി ഇൻ വിച്ച് ജോബ് ഈസ് ടു ബി പ്ലേസ്ഡ്, അവൻ ഏത് ജോലിയിലേക്ക് പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് വൺ, ടാസ്ക് ഈസ് ടു മാച്ച് പീപ്പിൾ വിത്ത് ദ പൊസിഷൻ. മിസ് നേരത്തെ പറഞ്ഞു അല്ലേ, സെലക്ഷൻ മാച്ച് പീപ്പിൾ വിത്ത് പൊസിഷൻ, ബട്ട് പ്ലേസ്മെൻറ്റ് മാച്ച് പൊസിഷൻ വിത്ത് പീപ്പിൾ. ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസ് ഈസ് selection is effectively done where the number of applicants are relatively large. ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒരുപാടുണ്ടെങ്കിൽ സെലക്ഷൻ അവിടെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം. മറ്റേ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകളെല്ലാം നടത്തിക്കൊണ്ട് ബെസ്റ്റ് വണ്ണിനെ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ബട്ട് പ്ലേസ്മെൻറ്റ് ഈസ് ഇഫക്റ്റീവ്ലി ഡൺ വെർ ദ നമ്പർ ഓഫ് അവൈലബിൾ ജോബ് ഈസ് ലാർജ്. മനസ്സിലായി? രണ്ട് നമ്മുടെ ഡിഫറൻസ് മനസ്സിലായോ? റിലേറ്റീവ് ടു ദി നമ്പർ ഓഫ് സെലക്റ്റഡ് പേഴ്സൺസിനെ അപേക്ഷിച്ച് ജോബ് കൂടുതലുള്ളപ്പോഴാണ് പ്ലേസ്മെൻറ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. എന്നാൽ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലുള്ളപ്പോഴാണ് ഏത് ചെയ്യണത്, സെലക്ഷൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു, റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞു, സെലക്ഷൻ കഴിഞ്ഞു, പ്ലേസ് ചെയ്തു, നമ്മൾ അപ്പോയിൻമെൻറ്റ് വരെ ചെയ്തു. ഒരു ജോലി ഇന്ന ഇപ്പോൾ ജോബ് എയിലേക്ക് നമ്മൾ വന്ന ന്യൂ കമറെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനിയോ ദ നെക്സ്റ്റ് പ്രോസസ് ഈസ് ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ. എന്തിനാണ് ഈ ഇൻഡക്ഷനും ഓറിയൻറ്റേഷനൊക്കെ ചെയ്യണേ? എ ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ ഈസ് ആക്ച്വലി, മിസ് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. A newly appointed person is a stranger to the existing organization and employer or at the workplace, and he is in a new work environment which is not familiar to him. Okay, he is entirely a newcomer to the organization. The employer is not familiar to him. The employees are not familiar to him. The rules, regulations, etc. are not familiar to him. So he is entirely a stranger to the organization, and he does not know anything about the new organization and work environment. പ്യുവർലി അയാളൊരു പുതിയ മനുഷ്യനാണ് അവിടെ വന്നേക്കുന്നത്. ആ കമ്പനിയുടെ നിയമങ്ങൾ എന്താണെന്ന് അറിയില്ല, എംപ്ലോയീസ് ആരൊക്കെയാണെന്ന് അറിയില്ല, എംപ്ലോയർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എങ്ങനെയുള്ളവരാണെന്ന് അറിയില്ല, അവിടുത്തെ പേ സ്കെയിൽ എങ്ങനെയാണ് നോർമലി പേ ചെയ്യണമെന്ന് അറിയില്ല, ലീവിൻ്റെ പാറ്റേണുകൾ എങ്ങനെയാണ്, മാസം 1 ലീവാണോ 2 ലീവാണോ, ലീവ് എടുത്ത ക്യാഷ് കട്ട് ചെയ്യും, ഇതൊന്നും അയാൾക്ക് ഹി ഡസ് നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദി ഓർഗനൈസേഷൻ. ആൻഡ് അതുകൊണ്ട് തന്നെ സോ ഹി മേ ബി ആൻഷ്യസ് ആൻഡ് നെർവസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. അല്ലേ, നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലിക്ക് കയറുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ നമ്മൾ പേടിയായിരിക്കും, ആൻഷ്യസ് ആയിരിക്കും, നമുക്കൊന്നും അറിയാത്തതിൻ്റെ. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഹി ഫീൽ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഫിയർ. ഒരു പേടി, ഇൻസെക്യൂരിറ്റി എല്ലാം അദ്ദേഹത്തിന് തോന്നിയെന്ന് വരും. എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രാക്ടീസസ് ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഇത് അവിടുത്തെ പ്രാക്ടീസസ്, പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും തന്നെ അറിയാത്തതുകൊണ്ടാണ് ഈ വക ടെൻഷനുകൾ ഈ പുതിയ ആൾക്ക് ഉണ്ടാവണേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ മനസ്സിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അയാളുടെ മനസ്സിലൊരു ഡിസ്കറേജ്മെൻ്റ് ഉണ്ടാക്കും, ഒരു ഡിഫെൻസീവ് നേച്ചർ അയാൾ ക്രിയേറ്റ് ചെയ്യും, ആകെ ഡിപ്രഷൻ അല്ലേ, ഒരു പേടി, നെർവസ്നെസ് എല്ലാം അയാളിൽ ഉണ്ടാവും. ഇപ്പം നെർവസ്നെസ്, ഫിയർ, ഡിസ്കറേജ്മെൻറ്റ് ആൻഡ് ഓൾ ദീസ് ഫാക്ടേഴ്സ് അയാളെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ പേടിയും ഇതൊക്കെ വരുമ്പോൾ തന്നെ അയാൾ എന്താണ് ഉദ്ദേശിച്ചേക്കണേ, എന്ത് ജോലിക്കാണ് കൊടുക്കണേ, അവിടെ അയാൾക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇൻഡക്ഷൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡക്റ്റിംഗ് ആൻ എംപ്ലോയി ഇൻ ടു ദ സോഷ്യൽ സെറ്റപ്പ് ഓഫ് ഹിസ് വർക്ക്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് അസൈൻ ചെയ്തേക്കുന്ന ജോലി എന്താണോ ആ ജോലിയിലേക്കുള്ള സോഷ്യൽ സെറ്റപ്പ്, അതിനെ മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ വെൽക്കമിങ് പ്രോസസ് ത്രൂ വിച്ച് ഹി ഫീൽ അറ്റ് ഹോം
and a feeling is generated in him that it is his own job and his own organization. സ്വന്തം വീടാണ് ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ, ഇതെൻ്റെ ജോലിയാണ്, എൻ്റെ ജോലി സ്ഥലമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു പുതിയ ന്യൂ കമറെ ഓർഗനൈസേഷനിലേക്ക് പരിചയപ്പെടുത്തുന്ന പ്രോസസ്സാണ്, വെൽക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ. Then it refers to the process of introducing a newcomer to his employer and work environment. പുതിയൊരു ആളുടെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആളെ എംപ്ലോയറായിട്ട് കമ്പനിയായിട്ട് അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ. ആൻഡ് ഇൻഡക്ഷൻ സെഷൻ കണ്ടക്റ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് ജോയിനിങ്. ഒരു വ്യക്തി വന്ന് ജോയിൻ ചെയ്ത ദിവസം തന്നെയാണ്, അല്ലാണ്ട് ജോയിൻ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ഇൻഡക്ഷൻ കൊടുക്കുക, ജോയിൻ ചെയ്ത ഡേ തന്നെയാണ് അയാൾക്ക് ഇൻഡക്ഷൻ കൊടുക്കുക. ആൻഡ് ഇൻഡക്ഷൻ ഈസ് നോർമലി ഡൺ ഇൻ വീഡിയോ സെഷൻസ് ഓർ PPTs, PowerPoint presentations, and it may last for few hours or even a day. നമ്മൾ PowerPoint പ്രസൻറ്റേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ സെഷൻസ് ആയിട്ടൊക്കെയാണ് സാധാരണ ഇൻഡക്ഷൻ സെഷൻസ് കൊടുക്കാറ്. അത് ആ ആൾ വന്ന് ജോയിൻ ചെയ്ത ദിവസം തന്നെ നമ്മൾ കൊടുക്കും. അതൊരു ഫ്യൂ അവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ, മാക്സിമം പോയാൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓറിയൻറ്റേഷൻ. എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ്, രണ്ടും ഒരു പരിചയപ്പെടുത്തുന്ന പ്രോസസ്സ് തന്നെയാണ്. ഓറിയൻറ്റേഷൻ ഈസ് എ വെൽ ഡിസൈൻഡ് പ്രോഗ്രാം which aims at reorganizing the newcomer and making him accustomed to the department, job role and work culture. അപ്പോൾ നമ്മൾ എംപ്ലോയറെ പരിചയപ്പെടുത്തി, എംപ്ലോയീസിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ജോബ് റോള്, ഏത് വർക്ക് കൾച്ചറാണ്, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ. An orientation session may vary from 1 day to several days according to the ഓർഗനൈസേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ റിക്വയർമെൻറ്റ്. അത് ഇത്തിരിയും കൂടി ഇൻഡക്ഷനേക്കാൾ ഇത്തിരിയും കൂടി വലുതാണ് ഓറിയൻറ്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. മാക്സിമം ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഓറിയൻറ്റേഷൻ സെഷൻസ് കൊടുക്കാറുണ്ട്. ക്ലിയർ? ദെൻ നെക്സ്റ്റ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷൻ? ഒരു 11 പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്തിനാണ് ഇൻഡക്ഷൻ നടത്തുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ പറയാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരിക്കും, മിസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല അല്ലേ? എല്ലാ പോയിന്റും നമ്മൾ കണ്ടു എന്താണ് ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താ? ടു വെൽക്കം ദ ന്യൂ എംപ്ലോയി, റിലീവ് ഹിസ് ആങ്സൈറ്റി ആൻഡ് മേക്ക് ഹിം ഫീൽ അറ്റ് ഹോം. ഒരു വ്യക്തി പുതിയ ആളെ വെൽക്കം ചെയ്യുക, ആളുടെ ആങ്സൈറ്റീസും നിരാശകളും പേടികളൊക്കെ മാറ്റിക്കൊടുക്കുക, സ്വന്തം വീട്ടിലെ എന്നുള്ള പോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. 2, to develop a rapport between the company and the new employee and make him feel part of the organization as quickly as possible. എംപ്ലോയി പുതിയതായിട്ട് വന്നേക്കുന്ന ആളാണ്, അദ്ദേഹവും എംപ്ലോയറും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഒരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് സ്വന്തം സ്ഥാപനമാണ് എന്നുള്ള തോന്നൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. 3rd one, to inspire the new employee with a good attitude towards a company and his job. അയാൾ ജോയിൻ ചെയ്തേക്കുന്ന കമ്പനിയെക്കുറിച്ചും ആ കമ്പനിയിൽ അയാൾ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ചൊക്കെ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് അയാൾ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ടു അക്വൈൻറ്റ് ന്യൂ എംപ്ലോയി വിത്ത് കമ്പനി ഗോൾസ്, ഹിസ്റ്ററി, മാനേജ്മെൻറ്റ്, ട്രഡീഷൻസ്, പോളിസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻസ്, പ്രോഡക്ട്സ് ആൻഡ് ഫിസിക്കൽ ലേഔട്ട്. ആ കമ്പനിയെ പറ്റി ഒരു ഫുൾ പിക്ചർ അയാളിൽ ഉണ്ടാക്കി കൊടുക്കുക. കമ്പനിയുടെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, വിഷൻ, മിഷൻ എന്താണ്, കമ്പനിയുടെ ട്രഡീഷൻസ്, പോളിസീസ് ഫോളോ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്, അതിൽ തന്നെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഹോൾ പിക്ചർ അബൌട്ട് ദ കമ്പനി കൊടുക്കുന്നതിന് വേണ്ടിയും ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ വേണം. നെക്സ്റ്റ്, ടു കമ്മ്യൂണിക്കേറ്റ് ടു ന്യൂ എംപ്ലോയി വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം. നമ്മളൊരാളെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ, ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ എന്താണ് അയാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു നമ്മുടെ കമ്പനിക്കും ഉണ്ടാവും, പക്ഷേ അത് അയാളും കൂടി അറിയണ്ടേ. അപ്പോൾ അയാളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡക്ഷനിലൂടെയാണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ഹിം ആൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹൗ ദേ ഷുഡ് ഹാൻഡിൽ ദംസെൽസ്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, അത് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അടുത്തത് എന്താ നോക്കൂ. To present the basic information
ദ എംപ്ലോയി വാണ്ട്സ് ടു നോ. നിർബന്ധമായിട്ടും ഒരു എംപ്ലോയി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കുക. ബേസിക് ഇൻഫർമേഷൻസ് എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബെനഫിറ്റ്സ്, പേ ഡേ, പ്രൊസീജിയർ ആൻഡ് ജനറൽ പ്രാക്ടീസസ്. അതായത് സാലറി കിട്ടുന്ന ദിവസം എന്നാണ് ഒരു നോർമലി ഒരാൾ അറിയണ്ടേ. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എത്ര മണിക്ക് എത്തണം, എത്ര മണിക്ക് പോകാം, അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻസും കൊടുക്കുക. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ദ നെക്സ്റ്റ് വൺ ഈസ് to encourage the new employee to have an inquiring mind, show him how to learn and assist him towards a disciplined effort in developing additional knowledge. ഇൻഡക്ഷനിലൂടെ നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യൽ മാത്രമല്ല, പകരം എന്താണ്, അയാൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം തൻ്റെ ജോലി മേഖലയിൽ എന്തോരം ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, താൻ എന്തൊക്കെ അഡീഷണൽ റെഫറൻസുകൾ നടത്തണം, എന്തൊക്കെ അഡീഷണൽ നോളജ് സ്കില്ല് ഈ ജോലിക്ക് വേണ്ടി ഞാൻ അക്വയർ ചെയ്യണം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അറിഞ്ഞിരിക്കണം. അത് ഇൻഡക്ഷനിലൂടെയാണ് നമ്മൾ അയാളെ അറിയിക്കുക. നെക്സ്റ്റ്, to provide basic skills, terms and ideas of the business world and help the new employee in human relations. ബേസിക് ആയിട്ടുള്ള സ്കില്ല് ഒരു ബിസിനസ് വേൾഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ടു ഗീവ് ഇൻഫർമേഷൻ ടു ദ ന്യൂ എംപ്ലോയി ആസ് ടു ലീവ് റൂൾസ്, ലൊക്കേഷൻ ഓഫ് ദ ക്യാൻറ്റീൻ എക്സെട്ര. ഏറ്റവും സിമ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതും നമ്മുടെ ഈ ഓഫീസിലെ ക്യാൻറ്റീൻ എവിടെയാണ്, ടോയ്ലറ്റ് ബാത്റൂം ഫെസിലിറ്റീസ് എവിടെയാണ്, അത് കാണിച്ചു കൊടുക്കുക. അതേപോലെ ലീവ്, അതിൻ്റെ ലീവ് എങ്ങനെയാണ്, ലീവ് ആപ്ലിക്കേഷൻസ് ഒരു മാസത്തിൽ 1 ലീവാണോ 2 ലീവാണോ, അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ടു ഓവർകം ഫോൾസ് ഇംപ്രഷൻ ആൻഡ് നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് ദ ഓർഗനൈസേഷൻ. ചിലപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടോട് കൂടിയായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അയാൾ വരിക, അല്ലേ? അങ്ങനെ വരുമ്പോൾ നേരെ തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് അയാൾ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ 1-2 എംപ്ലോയീസിന് ആ ഓർഗനൈസേഷനെ പറ്റി എന്തുണ്ടാവും, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ അവരത് അയാളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനേ നോക്കുള്ളൂ. പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കമ്പനിയെ പറ്റി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഫോൾസ് ഇംപ്രഷൻ കളയുക എന്നുള്ളതും ഇൻഡക്ഷൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ്, ടു പ്രൊട്ടക്ട് ദ എംപ്ലോയി ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ബൈ കോവർക്കേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോവർക്കേഴ്സ് ഓർ കോ എംപ്ലോയീസുമായിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് നമ്മുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അതും കോവർക്കേഴ്സ് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളൊക്കെ കുത്തിവെക്കുന്നതിന് മുമ്പ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇൻഡക്ഷൻ്റെ എയിമാണ്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷൻ. വൺസ് അഗെയിൻ നിങ്ങളതൊന്ന് ഗോ ത്രൂ all the points. Okay, the next, phases or types of induction program. ഫേസസ് ഓർ ഇൻഡക്ഷൻ പ്രോഗ്രാം എങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഉണ്ട്. സോ ദർ ആർ ജനറലി 3 ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം: ജനറൽ ഇൻഡക്ഷൻ, specific induction and follow up induction. General induction is conducted by the human resources department, specific induction is conducted by the supervisor, and follow up induction is conducted by the industrial psychologist. Okay, ഇങ്ങനെ 3 ടൈപ്പ് ഇൻഡക്ഷൻ പ്രോഗ്രാമാണുള്ളത്: ജനറൽ, സ്പെസിഫിക് ആൻഡ് ഫോളോ അപ്പ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഇതിൽ ജനറൽ ഇൻഡക്ഷൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു പുതിയതായിട്ട് വരുന്ന എംപ്ലോയിക്ക് അയാളുടെ ഓർഗനൈസേഷൻ്റെ വിഷൻ, മിഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെന്താ പോളിസീസ്, അതെല്ലാം പറഞ്ഞു കൊടുക്കണ ജനറൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ജനറൽ ഇൻഡക്ഷൻ. സ്പെസിഫിക് ഇൻഡക്ഷൻ അത് HR ഡിപ്പാർട്ട്മെൻറ്റാണ് കണ്ടക്ട് ചെയ്യുക. സ്പെസിഫിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോർമലി ഡൺ ബൈ ദി എംപ്ലോയീസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. ഏത് വർക്കിലാണോ അയാളെ ജോലി അപ്പോയിൻ്റ് ചെയ്തേക്കണേ ആ വർക്കിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറാണ് ഇത് കണ്ടക്ട് ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇൻ വിച്ച് ജോബ് ഹീ ഈസ് അസൈൻഡ്, എന്ത് ജോലിയാണ് അയാൾക്ക് അസൈൻ ചെയ്തേക്കണേ, വാട്ട് ഈസ് ദ ടേൺ ഓവർ ഓർ ദ ടാർഗറ്റ് അച്ചീവ്ഡ് എക്സ്പെക്റ്റഡ് ഫ്രം ഹിം, അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ടേൺ ഓവർ അല്ലെങ്കിൽ ടാർഗറ്റ് എന്താണ്, അയാളുടെ കോ വർക്കേഴ്സ് ആരൊക്കെയാണ്, പിന്നെന്താ ലീവിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ആ ഫാക്ടറിയിൽ ആ വർക്കിൽ പ്രതീക്ഷിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നോർമൽ കസ്റ്റംസ് എന്തൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കുന്നതാണ് സ്പെസിഫിക് ഇൻഡക്ഷൻ. ഇത് രണ്ടും ഓൺ ദ 1 day ഓഫ് ഹിസ്
ഓൺ ദ എന്താണ് ആ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്ത് അയാൾ ജോയിൻ ചെയ്ത ഡേ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുക. ബട്ട് തേർഡ് വൺ ഈസ് ഫോളോ അപ്പ് ഇൻഡക്ഷൻ. അതൊരു 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഫോളോ അപ്പ് ഇൻഡക്ഷൻ നടത്തുക. ഒന്നുകിൽ അവരുടെ എംപ്ലോയിയുടെ സൂപ്പർവൈസർ തന്നെ ചെയ്യും, അല്ലെങ്കിൽ നോർമലി ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് പേഴ്സണൽ, ഒരു ക്വാളിഫൈഡ് സ്പെഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യണത്. ഇതിൽ പ്രധാനമായിട്ട് ചെയ്യണത് വെദർ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു നോ വെദർ ദ എംപ്ലോയീസ് കോപ്പ് അപ്പ് ഓർ അഡ്ജസ്റ്റ് വിത്ത് ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കിംഗ് എൻവയോൺമെൻറ്റുമായിട്ട് അദ്ദേഹം കോപ്പപ്പ് ചെയ്തോ, അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇൻഡക്ഷനാണ് എന്ത് ഫോളോ അപ്പ് ഇൻഡക്ഷൻ. Okay, so general induction is conducted by HR department. The main focus of the induction is to expose the newcomer to the organization by explaining him the mission, vision, objectives, history and philosophy of the organization, and he is also briefed about the service condition, pay and perquisites received, promotion procedure, personnel policies and grievance handling mechanism practiced in the organization, etc. And this induction inculcate pride for the employee to work in the organization. ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണത് എൻ്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് തോന്നിപ്പിക്കണം. അതാണ് ജനറൽ ഇൻഡക്ഷൻ. ദ പീരീഡ് ഓഫ് ഇൻഡക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ഓർഗനൈസേഷൻ മേ വാരി ഫ്രം എ ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്ക്. വന്ന നാൾ മുതൽ 1-2 ആഴ്ചകളോളം ചിലപ്പോൾ ഇത് എടുത്തു എന്ന് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക് ഇൻഡക്ഷൻ ഈസ് ഗിവൺ ബൈ ദ സൂപ്പർവൈസർ. The main focus of this type of induction is the overall exposure of the new employee to his work or job. Accordingly, the employee is introduced to the job, shown place of his work and work and around the premises, introduced to his co-workers and brief about the procedures and methods, customs and routines, rules and regulations regarding his work. And this training induction helps the new employee adjust with his work environment. The induction may last for few weeks or even months. ഉണ്ടായെന്ന് വരാം, ഡീറ്റെയിലിംഗ് ആണ്. Then follow up induction. The main objective of the follow up induction is to verify whether the new employee is getting himself adjusted with the work and the organization or not. This induction is given by the employee's immediate supervisor or a qualified specialist on industrial psychology. Okay, so while giving, that's all about the types of induction program. The next important point to be noted is that while giving induction training, the employee suggestion on adequacy or otherwise the already conducted induction programs and on any other related aspects, if any, are duly taken into consideration to make the induction more and more effective. Such feedback can also be used to assess the requirement of the guidance and counseling for the newcomers. The duration of follow-up induction may vary from some weeks to few months. ഇങ്ങനെ follow-up induction എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നടത്തിയേക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിലൊക്കെ എംപ്ലോയീസ് കുറച്ച് സജഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഈ സജഷൻസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇൻഡക്ഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാനായിട്ട്. Okay, I think this topic is very clear to you, and if you have any doubts in any area, don't feel bad to call me. Okay, thank you.